ആരംഭിച്ചു. ഒരു കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ദീർഘമായ അജണ്ടകൾ ഉൾപ്പെട്ട അജണ്ടകളാണ് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഇന്ന് അവതരിപ്പിക്കപ്പെട്ടത്. അതിൽ തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അജണ്ടയുടെ ഭാഗമായി ആറ്റുകാൽ പൊങ്കാലയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നപ്പോൾ ബഹുമാനപ്പെട്ട മേയർ എല്ലാ അജണ്ടകളും ഒറ്റയടിക്ക് പാസാക്കിക്കൊണ്ട് ഈ നഗരത്തിൽ ഏറ്റവും നാണക്കേടുണ്ടാക്കിയ ചരിത്രത്തിൽ ഇത്രത്തോളം നാണക്കേടുണ്ടാക്കിയ ഒരു അനുഭവം ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പത്രമെല്ലാം ഇന്നത്തെ ദിവസം മലയാള മനോരമ പത്രമടക്കമുള്ള പത്രങ്ങൾ ഏറ്റവും വലിയ വാർത്തയായി തന്നെ മാലിന്യം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം അത് മാലിന്യം നീക്കുന്ന കാര്യത്തിൽ വന്നിട്ടുള്ള കുറവുകളെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ടുള്ള വാർത്തയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 3000 ജീവനക്കാർ അധികമായി ആറ്റുകാൽ പൊങ്കാലയുടെ ആവശ്യത്തിന് വേണ്ടി ആളുകളെ പുതിയതായി എടുക്കുകയും താൽക്കാലികമായി അവരെ കൊണ്ട് ദിവസക്കൂലി ഇനത്തിൽ ജോലി ചെയ്യിപ്പിക്കുകയും 3000-ഓളം അധിക ജീവനക്കാരാണ്. ഇന്നോളം ആറ്റുകാൽ പൊങ്കാലയുടെ ചരിത്രത്തിൽ ഇത്രത്തോളം ജീവനക്കാരെ എടുത്തുകൊണ്ടൊരു പ്രവർത്തനം നടത്തിയിട്ടില്ല. മൺകട്ട മാറ്റുന്നതിന് വേണ്ടി മാത്രം 600-ഓളം ആളുകളെയാണ് പുതിയതായി ഈ ആവശ്യത്തിനെടുത്തത്. 2500 ആളുകൾ ആറ്റുകാൽ പൊങ്കാലയുടെ ആവശ്യത്തിന് വേണ്ടി താൽക്കാലികമായി ചുമതലപ്പെടുത്തുകയും ചെയ്തു. നിങ്ങൾക്ക് പത്രക്കാരായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ആറ്റുകാൽ പൊങ്കാല ദിവസം ഈ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം നഗരം മാലിന്യത്തിൽ തന്നെ മാലിന്യ കൂമ്പാരമായി മാറിയ അവസ്ഥയെ സംബന്ധിച്ചാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനെ സംബന്ധിച്ച് നഗരവാസികൾ ചോദ്യം ചെയ്തപ്പോൾ അതിനെല്ലാം തന്നെ BJPയുടെ നേതൃത്വത്തിലുള്ള ഈ നഗരസഭാ കൗൺസിൽ മേയർ ഉൾപ്പെടെയുള്ളവർ സഹി കെട്ടുകൊണ്ട് ഈ കാര്യത്തിൽ സൂചിപ്പിച്ചത് അവരുടെ പരിചയക്കുറവിനെ സംബന്ധിച്ച് ബോധ്യമുള്ളവരാണ് ഞങ്ങൾ. അവർക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുറവ് യാഥാർത്ഥ്യബോധത്തോടു കൂടി സൂചിപ്പിച്ചിരുന്നാൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് അത്തരം കാര്യങ്ങളെ സഹായിക്കാനടക്കം ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് LDFന്റെ കൗൺസിലർമാർ. ആ കാര്യങ്ങളിലൊന്നും തന്നെ യാതൊരുവിധ ആലോചനയുമില്ലാതെ ഈ ജീവനക്കാരെ കൊണ്ട് ഈ കാര്യങ്ങൾ നടത്തിയിട്ട് 8:30 മണിക്ക് തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യമാകെ നീക്കം ചെയ്തു എന്നാണ് ഇന്ന് ബഹുമാന്യനായ മേയർ നഗരസഭാ കൗൺസിലിൽ പ്രഖ്യാപിച്ചത്. അതിനുശേഷം പിറ്റേ ദിവസം തൊട്ട് ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ നഗരം ചീഞ്ഞു നാറുകയാണ്. അതിനെ സംബന്ധിച്ചുള്ള വാർത്ത വന്നപ്പോൾ അതിന് മറുപടി പറയാൻ, ആ നാണക്കേട് കൊണ്ട് മറുപടി പറയാൻ കഴിയാത്ത രൂപത്തിൽ മേയർ കൗൺസിൽ യോഗത്തിലെ അജണ്ടകളെല്ലാം തന്നെ പാസ്സായതായി പ്രഖ്യാപിച്ചുകൊണ്ട് ജനാധിപത്യത്തെ പോലും തകർക്കുന്ന രൂപത്തിലുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് കൗൺസിൽ യോഗം അവസാനിപ്പിച്ചത്. ഇത് തുടക്കമാണ്. ഈ തുടക്കം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച്, ഇവരുടെ ഭരണപരമായിട്ടുള്ള കഴിവുകേടുകളെ സംബന്ധിച്ച് ഞങ്ങൾ എപ്പോഴും അതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ നഗരസഭാ കൗൺസിലർമാർക്കുള്ള ജനാധിപത്യ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ ഈ മേയർ മാറിയാൽ അതിനെ ഏതറ്റം വരെയും പോയി നേരിടുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് LDF നേതൃത്വം നൽകുമെന്നുള്ള കാര്യമാണ് നഗരവാസികൾക്ക് വേണ്ടി ഞങ്ങൾക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്.